ഓം ശാന്തി. പരമാത്മാ ശിവബാബയെ അമർനാഥ് എന്ന് പറയുന്നു. അമർനാഥ് ശിവബാബയെയും അമരലോക സ്വർഗത്തെയും ഞാൻ ഓർമ്മിക്കുന്നു. മനസ്സിലെ സർവസങ്കൽപ്പങ്ങളെയും ഒതുക്കി ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ആത്മാ മസ്തകമധ്യത്തിലെ ജ്യോതിബിന്ദുവാണ്. അജർ അമർ ആത്മാവാണ്. ഈ ശരീരം എൻ്റെ രഥമാണ്. ഞാൻ ജ്യോതിബിന്ദു ആത്മാ ഈ രഥത്തിൻ്റെ സാരഥിയാണ്. എൻ്റെ പരംപിത അമർനാഥ് ശിവബാബയും പരം ജ്യോതി ബിന്ദുവാണ്. പരമധാമത്തിൽ വിരാജമാനാണ്. ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും പരമധാമത്തിൽ പരമാത്മാ ശിവബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ബാബ, അങ്ങ് അമരത്വത്തിൻ്റെ സത്യമായ രഹസ്യം പറഞ്ഞു തരുന്ന അമരനാഥനാണ്. മധുരമായ ബാബ, അങ്ങെനിക്ക് സത്യജ്ഞാനം നൽകി സത്യദേവതയാക്കുന്നു. എന്നെ അമരപുരി സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. പരമധാമത്തിൽ നിന്നും ഞാൻ സ്വയം അമരപുരി സ്വർഗത്തിൽ കാണുന്നു. നാലു ഭാഗത്തും സുഖശാന്തിയുടെ തരംഗങ്ങൾ. 5 തത്വങ്ങളും ശുദ്ധവും പവിത്രവും സതോ പ്രധാനവുമാകുന്നു. എൻ്റെ ശരീരം നിരോഗിയും തേജസ്വിയും സുന്ദരവുമാണ്. യാതൊരു ദുഃഖമില്ല, രോഗമില്ല. ശരീരത്തിൻ്റെ ആയുസ് പൂർണ്ണമാവുമ്പോഴും മനസ്സ് പ്രസന്നമാണ്. ആത്മാ പഴയ ശരീരം ഉപേക്ഷിച്ച് ബാലസ്വരൂപം ധാരണ ചെയ്യുന്നു. ജന്മവും ഉത്സവമാണ്, മൃത്യുവും ഉത്സവമാണ്. ഞാൻ അമരലോകത്തിൻ്റെ അധികാരി ആത്മാവാണ്. ഇപ്പോൾ നിരന്തരം ഈ സ്മൃതിയിലാണ്. ഞാൻ അമരനാഥ് ശിവബാബയുടെ സന്താനം, അമർ ആത്മാവാണ്. ഭാവിയിൽ അമർ ദേവതയാകുന്നു. നമ്മുടെ തീർത്ഥാടനം വേറിട്ടതാണ്. ഞാൻ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് പരസ്പരം സ്നേഹത്തോടെ ഓം ശാന്തി എന്ന് പറഞ്ഞ് പരസ്പരം ആദരവ് കൊടുക്കുന്നു. ഭോഗസമർപ്പണം ബാബയ്ക്ക് കൊടുക്കുന്ന ആദരവാണ്. നമ്മളുടെ തീർത്ഥാടനം വേറിട്ടതാണ്. ഞാൻ ശാന്തസ്വരൂപമാണ്. ശാന്തി ധാമത്തിൽ വസിച്ചിരുന്നു. ഞാനിപ്പോൾ സമ്മുഖത്തിരിക്കുന്നു. ബാബയെ എൻ്റേതാക്കുന്നു, സമ്പത്ത് പ്രാപ്തമാക്കുന്നു. ഭഗവാനായ അച്ഛനോട് എല്ലാവരും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകൂ എന്ന് പാടുന്നു. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സുഖം പ്രാപ്തി ചെയ്യുന്നു.
ഞാനിപ്പോൾ സംഗമത്തിലാണ്. ബാബ സദാ പൂജ്യനാണ്. ബാബ എന്നെയും പൂജ്യനാക്കുന്നു. ഭാരതത്തെ വീണ്ടും ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളെ നിമിത്തമാക്കിയിരിക്കുന്നു. ഞാൻ ഭൂമിയിലെ നക്ഷത്രമാണ്. സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നു. ഇതെൻ്റെ ആത്മീയ തീർത്ഥയാത്രയാണ്. ഇപ്പോൾ ഇത് മൃത്യുലോകമാകുന്നു. പിന്നീട് അമരലോകം വരും. ഞാൻ സത്യമായ അമര കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെ പവിത്രമാകുന്നു. സത്വ പ്രധാനമായി മാറുന്നു. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകുന്നു. ഞാൻ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ഇതാണ് എൻ്റെ സമ്പാദ്യം. ബാബ സദാ പൂജ്യനാണ്. എന്നെയും പൂജ്യനാക്കുന്നു. ഞാൻ മന്മനാഭവ മദ്യാജീഭവ എന്ന വഴിയും പറഞ്ഞു കൊടുക്കുന്നു. സ്വദർശന ചക്രധാരിയായി യുക്തി പറഞ്ഞു കൊടുക്കുന്നു. അതായത് മുക്തിധാമത്തെയും സമ്പത്തിൻ്റെയും ബാബയെയും ഓർമ്മിക്കുന്നു. ഞാൻ പൂജ്യനാകുന്നതിൽ നിന്ന് ഈശ്വരീയ സേവാധാരിയാകുന്നു. ബാബയോടൊപ്പം സേവനത്തിൽ സഹായിയാകുന്നു. ആത്മാവും ശരീരവും എപ്പോഴാണോ പാവനമാകുന്നത് അപ്പോൾ പൂജ ലഭിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാണ്. സ്വയത്തിനും സർവാത്മാക്കളുടെയും പ്രതി നിയമം പാലിക്കുന്ന നിയമനിർമ്മാതാവും പുതിയ ലോകത്തിൻ്റെ നിർമ്മാതാവുമാകുന്നു. രാവിലെ മുതൽ രാത്രി വരെ മനസാ സങ്കല്പത്തിലൂടെയോ വാക്കുകളിലൂടെയോ കർമ്മത്തിലൂടെയോ സമ്പർക്കത്തിലൂടെയോ മറ്റുള്ളവർക്ക് സഹയോഗം കൊടുക്കുന്നതിലോ സേവനത്തിലോ എവിടെയും നിയമം ലംഘിക്കുന്നില്ല. ഈ സമയത്തെ നിയമനിർമ്മാതാക്കളാകുന്നവർ ശാന്തി സ്ഥാപകരും പുതിയ വിശ്വസ്ഥാപകരുമാകുന്നു. കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തിൻ്റെ നല്ലതിൻ്റെയും ചീത്തയുടെയും പ്രഭാവത്തിൽ വരാതിരിക്കുന്നത് തന്നെയാണ് കർമാതീതമാകുന്നത്. ഓം ശാന്തി.